കഴിഞ്ഞ ദിവസം നമ്മൾ റിയൽമിയുടെ ഭാഗത്തു നിന്ന് ഒരു അടിപൊളി സ്മാർട്ട് ഫോൺ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. റിയൽമി P1 എന്ന പേരിൽ. ഈ കാണുന്നതാണ് റിയൽമി P1. 15000 രൂപ വിലയിൽ താഴെ അമോ LED ഡിസ്പ്ലേ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ്, അടിപൊളി ക്യാമറ, അങ്ങനെ എല്ലാം കൊണ്ട് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിഡിലൻ ബൈ ആയിരുന്നു റിയൽമി P1 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. റിയൽമിയുടെ ഒരു P സീരീസിലെ ആദ്യ ഫോണായിരുന്നു P1. ആ P1 സീരീസിലെ നെക്സ്റ്റ് ഫോൺ റിയൽമി P1 Pro, കുറച്ചുകൂടി എന്താ പറയുക, കുറച്ചുകൂടെ സ്പെസിഫിക്കേഷനും കൂടിയ ഒരു ഫോണാണ് റിയൽമി P1 Pro. നമുക്ക് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. സാധാരണ റിയൽമി ഫോൺ വരുന്ന അതേ രീതിയിലുള്ള ഒരു മഞ്ഞ ബോക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിനകത്ത് യൂസർ മാനുവൽ, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, അതുപോലെ ഇതിന്റെ ഒരു ബാക്ക് കേസ്. ബാക്ക് തന്നെ കാർബഡ് ആണെന്ന് ഈ ഒരു കേസ് സൂചിപ്പിക്കുന്നുണ്ട്. അവരിപ്പോൾ ഈ ക്യാമറ കട്ടൗട്ട് എല്ലാം ഒരു വലിയ രീതിയിലാണ് വെച്ചിരിക്കുന്നത്. എല്ലാ ഫോണുകളും ഒരുപോലെയാണ് ഇപ്പോൾ അവരുടെ ഡിസൈൻ ലാംഗ്വേജ് കൊണ്ടുവരുന്നത്. അത് കൂടാതെ ഈ ഒരു ഫോണിനകത്ത് ഇത്തരത്തിൽ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ചാർജിങ്ങിന് വേണ്ടിയിട്ട് USB A to C കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോണിന്റെ ബോക്സിനകത്തുള്ളത്. അത് കൂടാതെ ഇനി നമുക്ക് ഫോണിലേക്ക് തിരിച്ചു വരാം. ഇതായിരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫോൺ ഡിസ്പ്ലേ കർവ്ഡ് ആണ്. കണ്ടില്ലേ? യെസ്, P1 മുതലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ ഒരു കളറാണ്. ഓക്കെ, P1-നേക്കാളും ബാക്കൊക്കെ കർവ്ഡ് ആയതുകൊണ്ട് കുറച്ചൊരു വിട്ട് കുറവാണ്, കനം കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് P1 Proയ്ക്ക്. എന്നാൽ ഹൈറ്റ് ഒക്കെ ഏകദേശം സെയിം തന്നെയാണ്. ആ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. എസ്പെഷ്യലി ആ ഒരു ബ്രൗൺ കളർ, ഒരു ഫെദർ ഫിനിഷ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അതുപോലെ ആ ഒരു വലിയ ക്യാമറ കട്ടൗട്ടും ഒക്കെ കാണാം. മുകളിൽ ഇത്തരത്തിൽ സ്പീക്കർ ഗ്രില്ല്, അതുപോലെ മൈക്രോഫോൺ, വല സൈഡിൽ വോളിയം റോക്കേസും പവർ ബട്ടണും, താഴെ സ്പീക്കർ ഗ്രില്ല്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, മൈക്രോഫോൺ, സിം ട്രേ തുടങ്ങിയ കാണാം. അപ്പോൾ ഫോണിന്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആണ്. അതുപോലെ ഈ കാണുന്ന ഫ്രെയിമുകളും പ്ലാസ്റ്റിക് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സിം ട്രേ എന്ന് പറയുന്നത് ഫോണിൻ്റേത് ഇത്തരത്തിൽ ഡ്യുവൽ നാനോ ആണ്. ഈവൻ നമുക്ക് മെമ്മറി കാർഡ് ഇതിനകത്ത് ഇടാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ തിക്നെസ് വന്നിട്ട് വെറും 8.35 മില്ലിമീറ്റർ മാത്രമേ ഉള്ളൂ. അതൊരു വെയിറ്റും കാര്യമായിട്ട് കൂടുതലൊന്നുമില്ല. 184 ഗ്രാം ഭാരമാണ്. അപ്പോൾ ഓവറോൾ ഇതിന്റെ ഒരു ഡിസൈൻ വൈസ് അടിപൊളിയാണ്. കാണാൻ നല്ല ഒരു പ്രീമിയം ലുക്ക് ഉണ്ട്. കാരണം ഈ ഒരു ഫോണിന്റെ ബാക്ക് സൈഡും ഇത്തരത്തിൽ സൈഡ് കർവ്ഡ് ആണ്, ഡിസ്പ്ലേയും കർവ്ഡ് ആണ്. ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഒരു മനോഹരമായിട്ടുള്ള ഒരു ഇൻഹാൻഡ് ഫീലും ഒക്കെ ഉണ്ട്. വളരെ തിന്നായിട്ടുള്ള ഒരു ഫീലും ഒക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിന്റെ ഒരു ഡിസ്പ്ലേയിലേക്ക് വന്നാൽ 6.7 ഇഞ്ചിന്റെ കർവ്ഡ് അമോ LED ഡിസ്പ്ലേ, അതും ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ, 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ വന്നിരിക്കുന്നത്. ബ്രൈറ്റ്നസ് വന്നിട്ട് 950 നിറ്റ്സ് ആണ് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ്. പക്ഷേ റിയൽമിയുടെ P1 അത് 2000 നിറ്റ്സ് ആയിരുന്നു പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് കൊടുത്തിരുന്നത്. ഇവിടെ ഈ പറഞ്ഞ പോലെ 950 നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എന്തായാലും അതിന്റെ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ഈ ബെസലുകളൊക്കെ നോക്കിയാൽ വളരെ തിൻ ആയിട്ടുള്ള ബെസൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എസ്പെഷ്യലി ഈ സൈഡ് കർവ്ഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഒരു ഇമേഴ്സീവ് വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ സമ്മാനിക്കുന്നുമുണ്ട്. മാത്രമല്ല ഇവിടെ നമുക്ക് 2160 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് നൽകിയിട്ടുണ്ട്. അതായത് നമ്മൾ ബ്രൈറ്റ്നസ് വളരെ കുറച്ച് വെച്ചാലും, രാത്രിയൊക്കെ നമ്മൾ അത്രയും കുറച്ച് വെച്ച് നോക്കിയാലും ഇതിന്റെ ഫ്ലിക്കറിംഗ് വളരെ കുറവാണ്. കണ്ണിന് ആയാസകരമല്ല. അതുകൊണ്ട് തന്നെയും ലോ ലൈറ്റിംഗിലുള്ള അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് കുറച്ച് വെച്ചുകൊണ്ടുള്ള ഇതിന്റെ ഡിസ്പ്ലേ എന്ന് ചുരുക്കം കണ്ണിന് വലിയ ആയാസം ഉണ്ടാക്കില്ല എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ സാധിക്കും. മാത്രമല്ല ഡ്രാഗൺ ടെയിൽ എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്ഷൻ ആണ് ഇതിന്റെ ഡിസ്പ്ലേക്ക് കൊടുത്തിരിക്കുന്നത്. കോണിംഗ് ഗൊറില്ല ഗ്ലാസ് ഒന്നും അല്ല, ഡ്രാഗൺ ടെയിൽ എന്ന പ്രൊട്ടക്ഷൻ ആണ്. അപ്പോൾ ചെറിയ പോറലുകളൊന്നും വീടില്ലെന്ന് നമുക്ക് അതുകൊണ്ട് തന്നെ ആശ്വസിക്കാൻ സാധിക്കും. ഇനി ഇതിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗന്റെ പ്രോസറാണ്, സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന് പറയുന്ന പ്രോസറാണ് നൽകിയിരിക്കുന്നത്. P1 ഉണ്ടായിരുന്ന മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 7050, അതിൽ നിന്ന് ഒരു അല്പം താഴ്ന്നു നിൽക്കുന്ന ഒരു പ്രോസർ എന്ന് വേണമെങ്കിൽ പറയും. അത്രയും നമ്മൾ അതിന്റെ ഒരു ആന്റിറ്റ്യൂഡ് സ്കോർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50,000 കുറവൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു 6 Gen 1 ഉണ്ടെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. മാക്സിമം നമുക്ക് 8GB റാം, 256GB വരെ ഇതിന്റെ ഇന്റേണൽ റാം സ്റ്റോറേജ് നമുക്ക് ലഭിക്കും. ഇതിനകത്തുള്ള റാം എന്ന് പറയുന്നത് LPDDR4X, പക്ഷേ സ്റ്റോറേജ് ടൈപ്പ് എന്ന് പറയുന്നത് കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള UFS 3.1 ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനൊന്നും യാതൊരു വിഷയമില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫോണായിട്ട് തന്നെയാണ് നമുക്കിത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ഗ്രാഫിക്സ് സ്മൂത്തിൽ, ഫ്രെയിം റേറ്റ് എക്സ്ട്രീമിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. ഒരു ഓവറോൾ എക്സ്പീരിയൻസ് തരുന്ന ഒരു ഫോണിൽ എങ്ങനെയാണോ ഗെയിമിംഗ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു തരത്തിൽ ഈ ഒരു ഫോണിനകത്ത് ഗെയിമിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ചധികം നേരം കളിക്കുമ്പോൾ ഒരു ചെറിയ ഫ്രെയിം ഡ്രോപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുവിധം തരക്കേടില്ലാത്ത രീതിയിൽ ഈ ഒരു ഫോണിനകത്ത് ഗെയിമിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ P1-നകത്തുള്ള സെയിം സെറ്റപ്പ് തന്നെയാണ് P1 Proയിലും കൊടുത്തിരിക്കുന്നത്. 5000 mAh ബാറ്ററി, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടുമാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. 45 വാട്ടിന്റെ ചാർജർ തന്നെ ഫോണിന്റെ ബോക്സിനോടൊപ്പം നൽകിയിട്ടുണ്ട്. ബാക്ക് ക്യാമറ സെറ്റപ്പിലേക്ക് വന്നാൽ 50 മെഗാ പിക്സലിന്റെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള പ്രൈമറി ക്യാമറ ഉണ്ട്. 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ സെൻസറും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. LED ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ സെന്റർ പഞ്ച് ഹോൾ ആയിട്ട് 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമുക്ക് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ മാക്സിമം 4K 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാം. ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം ഫുൾ HD 30
FPS വരെയുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് ക്യാമറയ്ക്ക് 4K റെസൊല്യൂഷൻ സപ്പോർട്ട് ഇല്ല, ബാക്ക് ക്യാമറയിൽ മാത്രമേ 4K റെസൊല്യൂഷൻ സപ്പോർട്ട് ഉള്ളൂ. അപ്പോൾ ഈ കാണുന്ന ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്താണ്. വലിയ തരക്കേടില്ലാത്ത ഒരുവിധം ക്വാളിറ്റിയുള്ള ഫോട്ടോകൾ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. അതായത് ഇതിൻ്റെ പ്രൈസ് റേഞ്ചിൽ ഓക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ക്വാളിറ്റിയും ഫോട്ടോ ക്വാളിറ്റിയുമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നതെന്ന് പറയാം. ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 14 കൊടുത്തിരിക്കുന്നു. അതുപോലെ റിയൽമിയുടെ യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള റിയൽമി UAE 5 ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. കുറച്ച് ബ്ലോട്ട് വേസുകളുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ അതിപ്പോൾ വരുന്ന റിയൽമി ഫോണുകളെല്ലാം നമ്മൾ കാണുന്നതാണ്, പറയുന്നതാണ്. ഹോട്ട് ആപ്സ്, അതുപോലെ ഹോട്ട് ഗെയിംസ്, പിന്നെ ഈ കാണുന്ന ആപ്ലിക്കേഷൻസ്, അതായത് സ്നാപ്ചാറ്റ്, ആമസോൺ, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ തുടങ്ങിയ ആപ്പ് റെക്കമെൻഡേഷൻസും അതുപോലെ പ്രീ ഇൻസ്റ്റാൾ ആപ്പും ഒക്കെ ഇതിനകത്തുണ്ട്. നേരത്തെ ഉള്ള റിയൽമി ഫോണുകളിൽ നിന്ന് ഒരു അല്പം കുറവുണ്ട് എന്നുള്ളതേ ഉള്ളൂ ആശ്വസിക്കാൻ. പക്ഷേ നമുക്ക് വേണമെങ്കിൽ അത്തരം ആപ്ലിക്കേഷൻസ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ റിയൽമിയുടെ ഫോണാണ്, ആ ഒരു സത്യം നമ്മളങ്ങ് അക്സെപ്റ്റ് ചെയ്താൽ മാറുന്ന പ്രശ്നമുള്ളൂ. ഇതിനകത്ത് ബ്ലോട്ട് വേസുകളുണ്ട്. അത് ക്ലീൻ ആയിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസുമായിട്ട് ഒരിക്കലും റിയൽമി ഫോൺ ഒരു ഫോണും ഇപ്പോൾ അങ്ങനെ വരുന്നില്ല എന്നുള്ള സത്യമാണ്. ഈവൻ റിയൽമിയുടെ വില കൂടിയ ഫോണുകളിലും ഈ ബ്ലോട്ട് വേസുകളുണ്ട്. 2 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് നമുക്ക് ഈ ഒരു ഫോണിനകത്ത് കിട്ടും. അതായത് ഇപ്പോൾ ആൻഡ്രോയിഡ് 14 ആണ്, ആൻഡ്രോയിഡ് 16 വരെ കിട്ടും. 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് റിയൽമി നൽകും. നല്ല ഒരു സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. ഞാൻ മാക്സിമം സൗണ്ടാണ് ഇപ്പോൾ വെച്ചത്. നല്ല സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ ആ ഒരു സ്റ്റീരിയോ സെപ്പറേഷനൊക്കെ കൊള്ളാം. കുറച്ച് ക്വാളിറ്റി ഉള്ളൊരു സൗണ്ട് തന്നെയാണ് എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ ഡോൾബി അറ്റ്മോസ്, ഹൈറസ് ഓഡിയോ സപ്പോർട്ട് തുടങ്ങിയും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുള്ള സൗണ്ട് തന്നെയാണ് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത്. ഫിംഗർ പ്രിന്റ് ഈ ഒരു ഫോണിന്റെ ഇൻ ഡിസ്പ്ലേയിലാണ് നൽകിയിരിക്കുന്നത്. AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ബ്ലൂടൂത്ത് വെർഷൻ 5.2 ആണ് നൽകിയിരിക്കുന്നത്. അത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂടൂത്ത് വെർഷൻ അല്ല നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊള്ളട്ടെ. അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് IP54 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് NFC സപ്പോർട്ട് കൊടുത്തിട്ടില്ല. ഈ പ്രൈസ് പോയിന്റിൽ NFC സപ്പോർട്ട് നൽകിയിട്ടില്ല. അത് ഇവരുടെ കഴിഞ്ഞ P1 സത്യം പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഹിറ്റായി കഴിഞ്ഞൊരു ഫോണാണെന്ന് പറയാം. അത് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ തന്നെ വന്ന ആളുകളുടെ കമൻറ്റ് വായിക്കും മനസ്സിലാവും. നമ്മളെക്കാൾ ഇപ്പോൾ ഫോണിൻ്റെ ഡീറ്റെയിൽസ് കേൾക്കുമ്പോൾ കൊള്ളാവുന്നതാണോ മോശമാണോ എന്ന് നിങ്ങൾക്കാണ് നമ്മളെക്കാൾ മനസ്സിലാവുന്നത്. അപ്പോൾ അത്തരത്തിൽ P1 എന്ന് പറയുന്ന ഫോൺ അത് പലരും അതിന് വളരെ മികച്ച ഒരു റെസ്പോൺസ് കമൻറ്റിലൂടെ നൽകുന്നത് കണ്ടിരുന്നു. നമ്മൾ നല്ല അഭിപ്രായം പറഞ്ഞൊരു ഫോൺ തന്നെയാണ്. എനിക്ക് വളരെ പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടു. ആ പ്രൈസ് പോയിന്റ് അടിപൊളി ഫോണാണ് P1. അപ്പോൾ അതിനകത്ത് NFC സപ്പോർട്ട് ഇല്ല. അതിൻ്റെ കമൻറ്റിൽ പലരും ചോദിച്ചിരുന്നു. പക്ഷേ ഈ ഫോണിനകത്ത് ഈ പറഞ്ഞ പോലെ NFC സപ്പോർട്ട് നൽകിയില്ല. അപ്പോൾ ഈ പ്രൈസ് പോയിന്റിൽ ഇത് P1-നേക്കാളും അല്പം കൂടി പ്രൈസ് കൂടിയതാണ് അല്ലേ, നെക്സ്റ്റ് ലെവലിലുള്ള ഫോണാണ് പ്രൈസ് ലെവലിൽ. അപ്പോൾ NFC സപ്പോർട്ട് കൊടുക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്, പക്ഷേ കൊടുത്തിട്ടില്ല. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പ്രൈസിങ് പറയുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു ഗുണദോഷങ്ങൾ പറയാം. അപ്പോൾ ഇതിന്റെ ഗുണങ്ങളിനകത്ത് ഇതിന്റെ ഡിസൈൻ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് നൽകിയിരിക്കുന്നത്. എസ്പെഷ്യലി ഇതിന്റെ ഈ ഒരു പർട്ടിക്കുലർ കളർ വേരിയന്റ് ആര് കണ്ടാലും ഒന്ന് നോക്കും. അതുപോലെ കർവ്ഡ് ഡിസ്പ്ലേ, മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ, AMOLED ഡിസ്പ്ലേ, 120 Hz റിഫ്രഷ് റേറ്റ് ഡിസ്പ്ലേ, PWM ഡിമ്മിംഗ് ഉള്ള ഡിസ്പ്ലേ വിഭാഗം അടിപൊളി, ബാറ്ററി സൈഡ് ഓക്കെ, അതുപോലെ ക്യാമറ സൈഡ് ഓക്കെ, അതുപോലെ ഇതിന്റെ പെർഫോമൻസ് സൈഡ് ഓക്കെ. അതെല്ലാം ഇതിന്റെ നല്ല ഗുണങ്ങളാവുമ്പോൾ ഇതിനകത്ത് ചെറിയ ചെറിയ കുറവുകൾ വേണമെങ്കിൽ പറയാവുന്നത് ഈ പറഞ്ഞ പോലെ ഈ ഒരു പ്രൈസ് പോയിന്റിൽ നമുക്ക് NFC സപ്പോർട്ട് ഇല്ല. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് വെർഷൻ ഒരു അല്പം പഴയതാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 3.5mm ഓഡിയോ ജാക്ക് നൽകിയിട്ടില്ല. എന്നാൽ P1-നകത്ത് ഇത്തരത്തിൽ ഓഡിയോ ജാക്ക് നൽകിയിരുന്നു. അതുപോലെ ഇതിനകത്ത് ഹൈബ്രിഡ് സിം സ്ലോട്ട് അല്ല, ഡുവൽ നാനോ ആണ്. അതുകൊണ്ട് തന്നെ മെമ്മറി കാർഡ് ഇടാൻ സാധിക്കില്ല. തുടങ്ങിയ ചെറിയ ചെറിയ കുറ്റങ്ങൾ ഈ ഒരു ഫോണിനകത്തും വന്നിട്ടുണ്ട്. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു പ്രൈസ് പോയിന്റ് ആണ്. അതായത് ബേസ് വേരിയന്റ് എന്ന് പറയുന്നത് 8GB 128GB ആണ്. അതിൻ്റെ ബാങ്ക് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് 19,999 രൂപയാണ്. അതായത് ഒരു പർട്ടിക്കുലർ ബാങ്കിന്റെ കാർഡൊക്കെ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്താൽ ഈ 20,000 രൂപയിൽ താഴെ നമുക്ക് വാങ്ങാൻ സാധിക്കും. ആക്ച്വൽ വില പക്ഷേ 2,000 രൂപയുടെ കൂടുതലാണ്, 21,999 ആണ്. നമുക്ക് ഈ ആ ഒരു പർട്ടിക്കുലർ ബാങ്കിന്റെ കാർഡ് ഉപയോഗിച്ചാൽ 2,000 രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടും. ഈ പറയുന്നത് പോലെ ഒരു കർവ്ഡ് ഡിസ്പ്ലേയും അങ്ങനെയുള്ള കുറച്ചുകൂടി ഒരു കാണാനുള്ള ഒരു ലുക്കും ഒക്കെ നോക്കുന്നവരാണെങ്കിൽ P1 Proയിലേക്ക് പോകാം. അതല്ല ഒരു കുറച്ചുകൂടെ വാല്യൂ ഫോർ മണി എന്ന നിലയിലേക്ക് നോക്കിയാൽ മതിയെങ്കിൽ നമുക്ക് P1 എടുക്കാം. രണ്ട് ചോയ്സ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും.